ഹലോ ഗൈസ്. അപ്പം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് SSLC ഇംഗ്ലീഷിലെ സെക്കൻഡ് ചാപ്റ്ററായ ഇൻ ദ ആറ്റിക് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, കാരണം കാണാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ചാപ്റ്ററും നിങ്ങൾ നോക്കിയിട്ട് പോവുക. ബാക്കി ചാപ്റ്റർ ഇതിൻ്റെ പുറമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് നോക്കാം, ഇൻ ദ ആറ്റിക്. അത് എഴുതിയേക്കുന്നത് വ്ലാഡിസ്ലോ സ്പിൽമാൻ എന്ന് പറയുന്ന പോളിഷ് ജൂയിസ്റ്റ് ആയിട്ടുള്ള പിയാനിസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഹി വാസ് ഫോഴ്സ്ഡ് ടു ലിവ് ഇൻ എ ഡിസ്മൽ ഗെറ്റോ ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ. അദ്ദേഹം ഒരു സെക്കൻഡ് വേൾഡ് വാർ സമയത്ത്, രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഒരു ഡിസ്മൽ ഗെറ്റോയിൽ അദ്ദേഹം ജീവിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. ആഫ്റ്റർ ഹിസ് ഫാമിലി വാസ് സെൻറ്റ് ടു കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്, ഹി സ്ട്രഗിൾ ടു സർവൈവ് എലോൺ ഇൻ ദ റൂയിൻസ് ഓഫ് വാർസോ. അദ്ദേഹത്തിൻ്റെ ബാക്കി ബന്ധുമിത്രാദികളെല്ലാം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അടയ്ക്കപ്പെട്ടു. അന്നേരം അദ്ദേഹത്തിന് അവരെ പിരിഞ്ഞിരിക്കേണ്ടി വന്നു. അദ്ദേഹം തന്നെയായിരുന്നു ഈ നമ്മുടെ ഡിസ്മൽ ഗെറ്റോയിൽ, വാർസോയിലുണ്ടായിരുന്നത്. ഹി ഇവൻച്വലി ഫൗണ്ട് എ ഹൈഡിങ് പ്ലേസ് ഇൻ ആൻ അറ്റിക് ലോഫ്റ്റ്. അദ്ദേഹം ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒളിത്താവളം കണ്ടെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ. വേർ ഹി ലിവ്ഡ് ഇൻ കോൺസ്റ്റൻറ്റ് ഫിയർ ഓഫ് ബീയിങ് ഡിസ്കവേർഡ് ബൈ ജർമ്മൻ സോൾജേഴ്സ്. അദ്ദേഹം ജർമ്മൻ പട്ടാളക്കാരെ പേടിച്ചാണ് ആ സ്ഥലത്ത് പതിയിരുന്നത്. ഇൻ ദ ലേറ്റ് 1944 എ ജർമ്മൻ ഓഫീസർ ഡിസ്കവേർഡ് സ്പിൽസ്മാൻസ് ഹൈഡിംഗ് പ്ലേസ്. 1944 ഒരു ജർമ്മൻ ഓഫീസർ സ്പിൽമാനെ കണ്ടെത്തി. ഇൻസ്റ്റെഡ് ഓഫ് അറസ്റ്റിംഗ് ഹിം, ദ ഓഫീസർ ആസ്ക്ഡ് സ്പിൽമാൻ വാട്ട് ഹി ഡിഡ് ഫോർ എ ലിവിങ്. പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ഈ ഓഫീസർ ഇദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നത്, നിങ്ങൾ എന്ത് ചെയ്താണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ വെൻ സ്പിൽമാൻ റിപ്ലൈഡ് ദാറ്റ് ഹി വാസ് എ പിയാനിസ്റ്റ്, അദ്ദേഹം പറഞ്ഞു ഞാനൊരു പിയാനിസ്റ്റാണ്, പിയാനോ വായിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞപ്പോൾ ദ ഓഫീസർ ലെഡ് ഹിം ടു എ പിയാനോ ഇൻ എ നിയർ ബൈ റൂം ആൻഡ് കമാൻഡഡ് ഹിം ടു പ്ലേ. അപ്പോൾ ഈ ഓഫീസർ തൊട്ടടുത്തുള്ളൊരു റൂമിൽ ഈ സ്പിൽമാനെ കൊണ്ടുപോയിട്ട് അദ്ദേഹം ഈ പിയാനോ ഒന്ന് വായിക്കൂ എന്ന് കമാൻഡ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ ഭയങ്കര സ്റ്റിഫായിരുന്നു, വിരലുകൾ സ്റ്റിഫായിരുന്നു. അതുപോലെ അദ്ദേഹം ഭയങ്കര ടെൻഷനിലായിരുന്നു, കാരണം പോലീസ് അറസ്റ്റ് ചെയ്യുന്നുള്ള ടെൻഷനിലായിരുന്നു. പക്ഷെ അദ്ദേഹം എന്നാലും ആ ചോപ്പിൻസ് നോക്ട്രെയിൻ ഇൻ സി ഷാർപ്പ് മൈനർ എന്ന് പറയുന്ന ടൈപ്പിൽ ഈ പിയാനോ വായിക്കുന്നു. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. The music deeply moved the officer, who decided to help the pianist survive rather than kill him. പക്ഷേ ആ മ്യൂസിക് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഓഫീസറിന്. അതുകൊണ്ട് അദ്ദേഹം സ്പിൽമാനെ കൊല്ലുന്നതിന് പകരം അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നു. The officer showed great kindness by protecting Spilsman's secret and bringing him regular supplies of food, including loaves of bread and jam. അദ്ദേഹം ഇയാളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ബാക്കിയുള്ളവരോടൊന്നും പറയുകയോ ഇയാളെ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. അതിന് പകരം അദ്ദേഹം ഇയാൾക്ക് എന്നും ഫുഡ് കൊണ്ടു കൊടുക്കുന്നു. എന്തൊക്കെയാണ് കൊണ്ടു കൊടുക്കുന്നത്? ബ്രെഡ് കൊണ്ടു കൊടുക്കുന്നു, ജാം കൊണ്ടു കൊടുക്കുന്നു, അങ്ങനെ സഹായിക്കുന്നു. ആസ് ദ ഫ്രീസിംഗ് വിന്റർ അറൈവ്ഡ്, ദ ഓഫീസർ ഈവൻ ഗേവ് സ്പിൽമാൻ എ വാം ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ടു ഹെൽപ്പ് ഹിം സർവൈവ് ദ ബിറ്റർ കോൾഡ്. തണുപ്പുകാലം ആയപ്പോൾ ഈ സ്പിൽമാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജർമ്മൻ സോൾജിയർ എന്താ ചെയ്യുന്നത്? ജർമ്മൻ സോൾജിയർ ഒരു ഓവർകോട്ട്, ജർമ്മൻ മിലിറ്ററിയുടെ ഓവർകോട്ട് ഇദ്ദേഹത്തിന് കൊടുക്കുന്നു. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഇയാളെ. ബിഫോർ ദ ജർമ്മൻ ആർമി റിട്രീറ്റഡ് ഫ്രം വാർസോ, ദ ഓഫീസർ എൻകറേജ് സ്പിൽമാൻ ടു ഹാങ് ഓൺ ഫോർ എ ഫ്യൂ മോർ വീക്സ് ബിക്കോസ് ദ വാർ വാസ് നിയർലി ഓവർ. Finally, in January 1945, the city was liberated. അങ്ങനെ 1945 ജനുവരിയിൽ ആ സിറ്റി ലിബറേറ്റ് ആയി. ബിക്കോസ് ഹി വാസ് വെയറിംഗ് ദ ജർമ്മൻ ഓവർകോട്ട്, സ്പിൽമാൻ വാസ് നിയർലി ഷോട്ട് ബൈ പോളിഷ് സോൾജേഴ്സ് ഹു മിസ്റ്റേക്ക് ഹിം ഫോർ ദ എനിമി. അങ്ങനെ ഇദ്ദേഹം ജർമ്മൻ ഓവർകോട്ടാണല്ലോ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പോളിഷ് സോൾജേഴ്സ് വിചാരിച്ചു ജർമ്മനിയിൽ നിന്നുള്ള ഒരാളാണ് നിൽക്കുന്നതെന്ന്. However, he managed to prove he was Polish and survived to start a new life. പക്ഷെ അദ്ദേഹം അവരെ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹം ഒരു പോളിഷാണ്, ആ രാജ്യത്തെ ഒരാളാണെന്ന്.
ആൻഡ് ഹി സ്റ്റാർട്ടഡ് എ ന്യൂ ലൈഫ്. അദ്ദേഹം ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. ദ ഓഫീസർ വിൽം ഹോസൻഫെൽഡ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ പേരൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഹു ഹാഡ് സേവ്ഡ് മെനി ലിവ്സ് ഡ്യൂറിങ് ദ വാർ ലേറ്റർ ഡൈഡ് ഇൻ എ സോവിയറ്റ് prison in 1952. ഈ ഓഫീസർ കുറേ പേരുടെ ജീവിതം ഇതുപോലെ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം 1952 സോവിയറ്റിലെ ഒരു ജയിലിൽ അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.